ഹായ്, ഞാൻ ഡോക്ടർ ജോറിസ് പൗലോസ്, എയിംസ് ഹോമിയോപ്പതിയിലെ റുമാറ്റോളജിയിലെ ഡോക്ടർ ആണ്. നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആമവാദത്തെക്കുറിച്ചാണ്. ആമവാദം എന്ന് പറഞ്ഞാൽ അതൊരു അവസ്ഥയാണ്, അതൊരു രോഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ഫസ്റ്റ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതിനെ ഒന്ന് താറുമാറാക്കിയിട്ട് നമ്മുടെ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റൊമാറ്റോയിക് ആർത്രൈറ്റിസ്. മോർ ദാൻ ദ ജോയിൻസ്, അത് നമ്മുടെ ഹാർട്ടിനെയും ലിവറിനെയും അതിലുള്ള ഓർഗൻസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യമായിട്ടൊരു പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സിംറ്റംസ് എന്ന് പറയുന്ന മിക്കവാറും വിരലുകളിൽ, അതായത് ചെറിയ ജോയിൻസിൽ പെയിൻസ് ആയിട്ടാണ് വരിക. അപ്പോൾ അതിന് മൂവ്മെൻ്റുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അവസ്ഥയായിട്ടായിരിക്കും സാധാരണ രോഗികൾ നമ്മുടെ അടുത്ത് വരിക. അതിന് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള RA ഫാക്ടർ മുതലായ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേമാതിരി നമ്മുടെ മരുന്നുകൾ എഫക്റ്റീവായിട്ട്, നമ്മുടെ ഹോമിയോ മരുന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വിത്തിൻ 2 or 3 months നമുക്ക് പൂർണ്ണമായിട്ടും റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഭേദമാക്കാനും പറ്റും.